ഈ റൂമുണ്ടല്ലോ, എനിക്ക് തോന്നുന്നു ആഷിമയുടെ ആദ്യ കാലങ്ങളിലൊക്കെ വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഇടയ്ക്കിടയ്ക്കെങ്കിലും ഞാൻ ഈ റൂമിനകത്ത് നിന്ന് വീഡിയോ ചെയ്യും. ഒന്നാമത്തെ കാര്യം ഭയങ്കര കംഫർട്ടബിളാണ് ഇവിടെ ഇരിക്കാനായിട്ട്. കസ്റ്റമർ സൈഡിലൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടി പ്രസൻറ്റബിൾ ആയിരിക്കണം. ഇല്ലെങ്കിൽ എന്താ പറയുക, മാന്യമായി സംസാരിക്കാറില്ല ഞാൻ പൊതുവേ, പക്ഷേ എന്നാലും നമ്മൾ നിൽക്കുമ്പോഴത്തേക്കും എല്ലാവരും നോക്കുന്നുണ്ട് എന്നൊരു ചിന്ത ഉണ്ടാവില്ലേ. പക്ഷേ ഈ റൂമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ചായ, ഞാനും ഇപ്പം എന്താ പറയുക, അനൂപ്, അതായത് എൻ്റെ ഭർത്താവൊക്കെ നമ്മൾ ചായ കുടിക്കുന്ന റൂമാണ്. മാത്രമല്ല ഹൈ വാല്യൂ സാരീസ് ചിലപ്പോൾ ഈ റൂമിൽ ഉണ്ടാവില്ല. നിങ്ങളിപ്പം നോക്കുമ്പോഴത്തേക്കും സാധാരണ പൊളിഞ്ഞടങ്ങിയ റൂമൊക്കെ ആയിരിക്കും, ഇങ്ങനെയൊക്കെ നമ്മുടെ തട്ടും പുറത്തൊക്കെ കയറ്റി വെച്ചിരിക്കുന്ന പോലെ ഇരിക്കാം. പക്ഷേ ഈ റൂമിനകത്താണ് നിങ്ങൾക്ക് വേണ്ട സാധനം ഉള്ളത്. അത് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറയാം. കാര്യം എന്ന് വെച്ചാൽ, 5 താഴെ നമ്മുടെ ഏറ്റവും ഹിറ്റായ സാരീസ് ഇരിക്കുന്ന റൂം ഇതാണ്. നമ്മളെപ്പോഴും മൾട്ടിപ്പിൾ നമ്പർ സ്റ്റോക്കിനകത്ത് വെക്കാനായിട്ട് ഇവിടെ നമ്മൾ കൊച്ചിൻ സ്റ്റോറിലെ സ്റ്റോക്ക് റൂമാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ഇവിടെ ആയിരിക്കും എക്സ്ട്രാ നമ്പേഴ്സൊക്കെ കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഇങ്ങനെ ചായയൊക്കെ കുടിച്ച് ചായ തണുത്തുപോയി, വീഡിയോ ചെയ്ത് മുത്ത് കൊണ്ടുവരുന്ന ചായ തണുത്തുപോയി, അതൊരു സങ്കടം. അപ്പോൾ ഇങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് വേണ്ട സാധനം എൻ്റെ കയ്യിലുണ്ട്, അപ്പോൾ അത് ഞാൻ നല്ല വൃത്തിക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതിൽ ഒറ്റ വീഡിയോ അല്ല, ഒരൊറ്റ പ്രോഡക്റ്റും അല്ല, എൻ്റെ ഹിറ്റുള്ള 3 സാരീസ് ഞാൻ കാണിച്ചു തരാം. സാരി വലിച്ച് വാരി ഇട്ടിരിക്കുകയാണ് ഉള്ളത് പറയാം. ദേ കണ്ടോ, ഇത് ചെയറിൽ നോക്കിയാൽ അറിയാം, ഇതേപോലെ സ്റ്റാഫ് എടുത്ത് ഇട്ടിരുന്ന. അപ്പോൾ ഞാൻ വിചാരിച്ചു, സാരി കിടന്നപ്പോൾ വിചാരിച്ചു ഇത് എത്തിയോ കാണിക്കാമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. ഇതാണ് സാരി. നമ്മുടെ 2800 രൂപയുടെ, ചെറുതായിട്ടൊന്നും തലറങ്ങിയത് പോലെ കണ്ടോ, എൻ്റെ പ്രഗ്നൻ്റ് ഒന്നുമല്ല, പെട്ടെന്ന് തലറങ്ങെന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാം എനിക്ക് പ്രഗ്നൻ്റ് ആണെന്നൊക്കെ വിചാരിക്കും, അങ്ങനെയൊന്നുമല്ല. അപ്പോൾ നമ്മുടെ 2800 രൂപയുടെ കോൺട്രാസ്റ്റ് ബോർഡർ വരുന്ന വിസ്കോസ് ജോർജറ്റിൻ്റെ സാരി, നയൻതാര ഗ്രീനും അതുപോലെ ബോർഡറായിട്ട് വരുന്നത് എംബ്രാൽ ഗ്രീനുമാണ്. ഇതാണ് എനിക്ക് തോന്നുന്നു ആദ്യമല്ല, 2ാമത്തെ പ്രാവശ്യം ഞാൻ കോൺട്രാസ്റ്റ് ബോർഡർ കാണിക്കുന്ന ഈ സാരിയാണ്. ഇത് ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പണ്ട് ചെയ്ത നല്ല കാര്യം ഇപ്പോഴും ആളുകൾ സംസാരിക്കുന്നു എന്ന് പറയുന്ന പോലെ ചില സാരീസൊക്കെ നമ്മൾ ചെയ്തിട്ട് 2-3 കൊല്ലമാവും, പക്ഷേ ഇപ്പോഴും കസ്റ്റമേഴ്സ് എൻക്വയറീസ് വരുന്നതും നമ്മൾ ഇപ്പോഴും വിറ്റുകൊണ്ടിരിക്കുന്ന സാരീസാണ്. ചിലപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ടാവില്ല, കാരണം സ്റ്റോറിൽ വരും, പഴയ ഫോട്ടോസ് കാണിക്കും. വന്നു കഴിഞ്ഞാൽ ഒരു മാക്സിമം 3 ദിവസം കൊണ്ട് നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആവുന്ന കാറ്റഗറിയാണ് ഇതൊക്കെ. അപ്പോൾ ഇതാണ് സംഭവം. ഇതിൻ്റെ പല്ലു പോഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ബ്ലൗസ് പീസ് ഇതാണ്. ഈ ബ്ലൗസിനാണ് മക്കളെ എല്ലാവരും അടി ഉണ്ടാക്കുന്നത്, സാരിക്കല്ലാന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഈ ബ്ലൗസിനാണ് എല്ലാവരും അടി ഉണ്ടാക്കുന്നത്. എന്തിനാണെന്ന് എനിക്ക് ആദ്യമൊന്നും മനസ്സിലായില്ല. പിന്നെ സത്യം പറഞ്ഞാൽ ഞാൻ കസ്റ്റമർ സ്റ്റോറിൽ വന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുകൊണ്ട് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായി, ഇത്രയും ഭംഗിയുണ്ടല്ലോ രമണ എന്ന് ഞാൻ ആലോചിച്ചത്. ഇതാണ് സാരി. ഈ പറഞ്ഞ പ്ലീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, സുഖമായിട്ട് എടുക്കാം. ഞാനിത് ഫുൾ പ്ലീറ്റ് എടുത്ത് കാണിക്കാനുള്ള പ്ലാൻ അല്ല, പക്ഷേ എടുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്താൻ പറ്റില്ല. നമ്മൾ ചില സമയം ബിരിയാണി കഴിക്കുമ്പോൾ പറയില്ലേ, നിർത്താൻ പറ്റുന്നില്ല ദൈവമേ എന്നൊക്കെ വിചാരിക്കുന്നതാണ് എൻ്റെ അവസ്ഥ. ഇതാണ് സാരി. ഫുൾ പ്ലീറ്റ് എടുത്ത് നല്ല ലെങ്ത്തും നല്ല വിട്ടും ഉള്ള സാരിയാണ്. ഇങ്ങനെ ആയിരിക്കാം 2800 രൂപ. ഇനി എനിക്ക് കാണിക്കാനുള്ള സാരി എന്ന് പറയുമ്പോഴത്തേക്കും ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗംഗാ ജമുന. എനിക്ക് ഗംഗാ ജമുന എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, സ്കൂളിൽ പോയി കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു പുതിയ കാര്യം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 1-2 ആഴ്ച അതിനെക്കുറിച്ച് മാത്രമേ നമ്മൾ സംസാരിക്കുക, കുട്ടികൾ സംസാരിക്കത്തുള്ളൂ, എല്ലാത്തിനും ആ വാക്ക് പ്രയോഗിക്കും. ഞാൻ ഈ ഗംഗാ ജമുന എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ കളിയാക്കാമെന്നാണ് വിചാരിച്ചത്. എൻ്റെ അമ്മയും എൻ്റെ പറഞ്ഞു, മോളെ ഇതിനാ ഗംഗാ ജമുന. ഞാൻ ഇനി അമ്മച്ചി എന്നെ കളിയാക്കുന്നതാണോ എന്ന് വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നിൽക്കുന്നത്. ഇത് നമുക്ക് മേളത്തെ പോർഷനിൽ ഒരു പീച്ചിഷ് ഓറഞ്ച് ആയിരിക്കും ബോർഡർ വരാം, താഴെ പിങ്ക് കളറാണ് വരാം, ബാക്കി ബോഡി പ്ലെയിൻ ക്രീം ഷെയ്ഡാണ് വരാം. ഇത് ഹിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ 300-400 സാരി മിനിമം ഞാനിത് വിറ്റിട്ടുണ്ട്. അത് ഏത് കാലം ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയ സമയത്ത്. അത് കഴിഞ്ഞ് എനിക്ക് കുറേ നാൾ ഈ സാരി കിട്ടിയിട്ടില്ല. എനിക്ക് തോന്നുന്നു 2-3 ആഴ്ച മുമ്പ് ഞാൻ പിന്നെ ഈ വീഡിയോ ഇട്ടു. അപ്പോഴാണ് ഞാനും ഓർക്കുന്നത്, ദൈവമേ ഈ സാരി ഉണ്ടായിരുന്നല്ലോ, ഇത് രമ്യ ചെയ്യണം കേട്ടോ, ഞാനല്ല ഈ വീഡിയോ ചെയ്യുന്നത്. ഫസ്റ്റ് ടൈം രമ്യ, നമ്മുടെ ആങ്കർ രമ്യയാണ് ഈ സാരി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഞാൻ ആ സമയത്ത് 2ാമത്തെ പ്രഗ്നൻസിയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ സപ്പനി കുശുമ്പൊക്കെ വന്നു. ഞാൻ വെച്ചു എനിക്ക് ഈ സാരി ഒന്നും തൊടാൻ പറ്റുന്നില്ല, മീൻസ് ഉടുക്കാൻ പറ്റുന്നില്ലല്ലോ ആ സമയത്തൊക്കെ. അതിന് മുൻപൊക്കെ ഞാൻ സാരി ഉടുക്കും. അപ്പം വയറൊക്കെ തള്ളിയൊക്കെ നിൽക്കുമ്പോൾ ഞാൻ ചോദിച്ചു സാരി ഉടുക്കാൻ പറ്റുന്നില്ല, രമ്യ എല്ലാ സാരിയും കാണിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, കുശുമ്പത്തിയെ പോലെ. അതിപ്പോൾ രമ്യ കേൾക്കണം, രമ്യയ്ക്ക് ഓഹോ ഇതൊക്കെ ആയിരുന്നല്ലേ നിൻ്റെ മനസ്സിലെന്ന് വിചാരിക്കും മിക്കാറും. അപ്പോൾ അത് സത്യമാണ്, സാരി കാണുമ്പോഴത്തേക്ക് അങ്ങ് കുശുമ്പ. ഇതാണ് സംഭവം. സാരി ഇങ്ങനെ വരാം. ഈ മേളത്തെ പോർഷൻ ഇപ്പോൾ ഞാൻ വെക്കുന്നുണ്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടിരിക്കും. ഇങ്ങനെ ആ സാരി വരാം. എന്നിട്ട് മേളിൽ ഓറഞ്ച് അല്ലേ, അതുകൊണ്ട് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് പിങ്ക് ആയിരിക്കും വരാം. നല്ല ഭംഗിയായിരിക്കും. രാവിലത്തെ ഹിന്ദു വെഡ്ഡിങ്ങിനൊക്കെ ഉടുത്തുകൊണ്ട് പോകാൻ പറ്റിയ സാരിയാണ്. മാത്രമല്ല ഇനിയിപ്പോൾ നമുക്ക് ഓണം വരുന്നുണ്ട്. ഓണം വരുന്ന സമയത്ത് ഭയങ്കര എൻക്വയറി വരുന്ന 2ാമത്തെ സാരി ഇതാണ്. ഇനി അടുത്ത സാരി ഏതാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ അത്ര തള്ളി മറിക്കാൻ പറ്റില്ല. നമുക്ക് സെമി ടസറിനകത്ത് കുറേ ഓപ്ഷൻസ് ഉണ്ട്.
പേർപ്പിൾ, ഗ്രീൻ, കുറേ ഓപ്ഷൻസ് ഉണ്ട്. ബ്ലാക്ക് ഞാൻ നോർമലി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സാരിയുടെ ബിസിനസ്സിനകത്ത് കയറുന്നതിന് മുൻപ് എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ഫേവറേറ്റ് കളർ ചോദിച്ചു കഴിഞ്ഞാൽ ഓബിയസ്ലി എല്ലാ പെണ്ണുങ്ങളും ബ്ലാക്ക് തന്നെ പറയും. ഞാൻ കേട്ടുള്ളതും ബ്ലാക്കാണ്. പക്ഷേ സാരിയുടെ കാര്യത്തിൽ വരുമ്പോൾ ഒരു പിച്ചക്കാർക്കും ബ്ലാക്ക് വേണ്ട. അപ്പോൾ തൊണ്ട ഡ്രൈ. അപ്പോൾ ഞാൻ ചോദിക്കും സാരി ബ്ലാക്ക് കാണിക്കുമ്പോൾ എല്ലാവരും പറയും ഇല്ല ബ്ലാക്ക് കൊടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നാട്ടുകാർ എന്ത് പറയുന്നു. അപ്പം ഞാൻ ഇതൊക്കെ ഒരു കപടമായിരുന്നു ദൈവമേ ബ്ലാക്ക് സാരി. പക്ഷേ പിന്നെയും ആളുകൾ ബ്ലാക്ക് സാരി എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു എന്താ പറയുക റേറ്റിന് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്കൊരു 4500 5500 ഇടയ്ക്കായിരിക്കും ഈ ഒരു ഫാബ്രിക് വരാം. എന്നിട്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പ്യുവർ ടസറിനെ പോലെ ഇരിക്കും. അപ്പോൾ നമുക്ക് ഈ വില കുറഞ്ഞൊരു സാരിയുമാണ്, കണ്ടാൽ ഗുപ്പ് തോന്നിക്കുകയും ചെയ്യും. ഒരു പ്രാവശ്യം ഉടുത്ത് മാറ്റി വെച്ചാലും കുഴപ്പമില്ല. ഇതാണ് സാരി. കണ്ടോ, ഇങ്ങനെയാണ് വരാം സാരിയുടെ ഭംഗി. ഇത് കണ്ടോ. എനിക്ക് പിന്നെ പേഴ്സണലി വേറൊരു കാര്യം തോന്നിയിട്ടുണ്ട്. ഈ ബ്ലാക്ക് ഭയങ്കര ഭംഗി എന്ന് പറഞ്ഞാലും ചിലവർക്ക് ബ്ലാക്ക് കൊടുക്കുമ്പോൾ, പ്രത്യേകിച്ച് പട്ട് സാരിയുടെ ബ്ലാക്ക് കൊടുക്കുമ്പോൾ മുഖം അങ്ങ് മങ്ങിയതുപോലെ തോന്നും. പക്ഷേ ഈ ഒരു ഫാബ്രിക്കിൻ്റെ ഗുണം കുറച്ചൊരു മാറ്റ് ഫിനിഷാണ്, സെമി ടസറാണ്, സിൽക്കിൻ്റെ അത്രയും തിളക്കമില്ല, മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ഫാബ്രിക് ആയതുകൊണ്ട് നമുക്ക് മുഖത്ത് ഭയങ്കര വാട്ടം തോന്നത്തില്ല. അപ്പോൾ 3ൻ്റെയും കോഡും റേറ്റും എല്ലാം ഞാൻ കൊടുത്തേക്കാം. ഇതെല്ലാം 5-ന് താഴെയാണ് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇനിയിപ്പം എൻ്റെ സ്റ്റാഫ് എല്ലാം വഴക്കണം. 2800, രണ്ടാമത്തത് 1600 700 റേഞ്ച്, ഇത് 4000. അപ്പോൾ എല്ലാം 5-ന് താഴെ മാത്രമേ ഉള്ളൂ. 3ൻ്റെയും ഞാൻ കോഡ് കൊടുക്കാം. പിന്നെ ഈ റൂമിലേക്ക് ഇനിയും ഞാൻ വരും. ഇനി എന്നും പറഞ്ഞുകൊണ്ട് കസ്റ്റമേഴ്സ് കഴിഞ്ഞിട്ട് രാഗി പറഞ്ഞല്ലോ ഇവിടെയാണ് നിങ്ങളുടെ ഹിഡൻ സീക്രട്ട് ഇരിക്കുന്നത് തുറക്കൂ എന്നൊന്നും പറഞ്ഞു കളയരുത് കേട്ടോ. നമ്മളെല്ലാം വാരി വലിച്ചിട്ടിരിക്കുക. അപ്പോൾ ബൈ.